ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇതിലിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചിരിക്കുന്ന ഒരു ബിൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളുണ്ട് ഇതിൽ. പേരിൽ മാത്രമല്ല, പേരിലെ മാറ്റം എന്നുള്ളത് അത് വലിയ വിഷയമായി മാറുന്നു. നമുക്കറിയാം മഹാത്മാഗാന്ധിയോടുള്ള അനാദരവ് എന്ന തരത്തിലേക്ക് ഇതിനോടകം ഏതാണ്ട് 20ഓളം പദ്ധതികൾ മോദി സർക്കാർ വന്നതിന് ശേഷം പേര് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നു. ഇതിനപ്പുറത്തേക്ക് ഈ ബില്ലിൽ ഒട്ടേറെ വ്യവസ്ഥകളുണ്ട്. അത് നിലവിലുള്ള വ്യവസ്ഥകൾ പോലെയല്ല, അതിൽ ഘടകവിരുദ്ധമായ തരത്തിലേക്ക് സംസ്ഥാനങ്ങളുടെ ബാധ്യത കൂടുന്നു. തൊഴിലാളികളെ സംബന്ധിച്ച് മറ്റൊരു രീതിയിൽ ദോഷകരം, അങ്ങനെ വളരെ മോശം രീതിയിലേക്ക് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി പദ്ധതി മാറുന്നു എന്നതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്? ഇതിനോടകം വലിയ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. മോഡി സർക്കാർ എന്തുകൊണ്ട് ജനവിരുദ്ധമെന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ജി ബില്ലിന്റെ വ്യവസ്ഥകൾ പരിശോധിച്ചാൽ മാത്രം മതി. ഇതിന്റെ പേരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ പേരുമാറ്റത്തിലും വലിയ പ്രസക്തിയുണ്ട്. എന്താ കാരണം? റാമിനെ ഉപയോഗിച്ച് ഗാന്ധിജിയെ രണ്ടാമത് വധിക്കുകയാണ്. ഒരിക്കലും ഗാന്ധിജിയുടെ വധത്തിന് കൂട്ടുനിന്ന ആളല്ല, കൂട്ടുനിൽക്കുകയില്ല. ഗാന്ധിജിയുടെ അവസാന ശ്വാസത്തിൽ ഉച്ചരിച്ചൊരു പേരും റാമാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിന്റെ തലവാചകത്തിൽ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ജനതയോട് ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതിയായിട്ട് ഇത് ചരിത്രത്തിൽ എഴുതപ്പെടും. UPA 1 ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത് തൊഴിൽ അവകാശമാക്കിക്കൊണ്ടുള്ള ഈ തൊഴിൽദാന പദ്ധതിയായിരുന്നു. തൊഴിൽ അവകാശമാണ്, ഗ്യാരണ്ടിയാണ് എന്നുള്ള വസ്തുതയാണ് ഈ ഗവൺമെന്റ് ആദ്യം തന്നെ പുതിയ ബില്ലിലൂടെ ഇല്ലാതാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ബജറ്റ് അലോക്കേഷനുള്ളിൽ നിന്നുകൊണ്ട് ആ സമയത്ത് മാത്രം വരുന്ന തൊഴിലാളികൾക്ക് ഞങ്ങൾ നൽകും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ആദ്യം ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിലോമകരമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ബില്ലിലൂടെ സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ഭാരം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. എന്റെ ഒരു കണക്കുകൂട്ടലിൽ 50,000-60,000 കോടി രൂപയുടെ അധിക ഭാരം സംസ്ഥാനങ്ങൾക്ക് മാത്രം ചുമക്കേണ്ടി വരും. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് പോലും 2,000 കോടി രൂപയുടെ അധിക ഭാരം ഉണ്ടാകുമെന്നാണ് എന്റെ കണക്കൂട്ടൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ തന്നെ വിഭവ ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെ ഈ ഒരു തൊഴിൽദാന ഉറപ്പ് പദ്ധതി അസ്തമിക്കുമെന്നുള്ള ഒരാഗ്രഹം കൂടി ഈ ബില്ലിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്, ഈ ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നിർബന്ധിതമായി 60 ദിവസം ഈ സ്കീം സസ്പെൻഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? കർഷക തൊഴിലാളികളെ കണ്ടെത്താനെന്നുള്ള പേരിൽ. അതിന്റെ അർത്ഥം എന്താണ്? ഉത്തരേന്ത്യയിലെ നാടുവഴികളായ ആൾക്കാർക്ക് അവരുടെ അടിമവേലയ്ക്ക് വേണ്ടിയിട്ട് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി സസ്പെൻഡ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരിക്കലും തൊഴിലാളി ക്ഷാമം നമ്മുടെ ഗ്രാമങ്ങളിലില്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഇല്ല എന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ ഈ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഈ ബില്ലിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അതാണിപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി അതിരൂക്ഷ വിമർശനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ തൊഴിലാളികളെ സംബന്ധിച്ച് എത്രത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്? ശ്രീ ജോൺ ബ്രിട്ടാസ്, ആ ഒരു വിഷയം മാത്രം നമ്മൾ എടുത്തു പരിശോധിച്ചു. തൊഴിലാളികളെ കുറിച്ചുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സ്കീമിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഉള്ളിലേക്ക് പോയാൽ എന്തായിരുന്നു മൻരേഗ, അതായത് മഹാത്മാഗാന്ധി തൊഴിലാന പദ്ധതിയുടെ പ്രത്യേകത? അതായത് ജോലി, തൊഴിൽ എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണെന്നാണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പോലെയാണ് കണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് 100 ദിവസം വരെ തൊഴിലെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതായത് ഒരു റൈറ്റായി, അതൊരു അവകാശമായി, ആരുടെയും ഔദാര്യമല്ല, കാരുണ്യമല്ല. അതാണ് ഏറ്റവും പ്രത്യേകത. ഇത് ഒരു സാധാരണ 80ഓളം വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പട്ടികയിലേക്ക് തള്ളപ്പെടുമ്പോൾ തൊഴിൽ അവകാശത്തിന് പകരം ഒരു ഔദാര്യമാകുന്നു. ഔദാര്യമാകുന്ന എന്തുകൊണ്ടാണെന്ന് പറയാം. അതായത് ഒരു നിശ്ചിത ബജറ്റ് അലോക്കേഷനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ പദ്ധതിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു സംസ്ഥാനത്തിൽ വേണമെങ്കിൽ കേരളത്തിൽ 20 ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ബജറ്റ് പ്രകാരം 20 ലക്ഷത്തിന് പറ്റില്ല. 15 ലക്ഷം ഉണ്ടെങ്കിൽ ആ 5 ലക്ഷം പേർ ഔട്ടാകും. ആ ബജറ്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വിഹിതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ പദ്ധതി പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ പുതിയ ജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ തന്നെ. അതിനർത്ഥം ഒരു അവകാശത്തെ ഔദാര്യമാക്കുന്നു. ആ ഔദാര്യത്തെ പിന്നീട് സ്വാഭാവികമായിട്ടും ഒരു അസ്തമനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ ബില്ലിന്റെ ഏത് വ്യവസ്ഥ പരിശോധിച്ചാലും, ഞാൻ ബില്ലിനെ കുറിച്ച്
വ്യക്തമായി പഠിച്ചതുകൊണ്ടും ഇതേക്കുറിച്ച് ഇന്ന് ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതിയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെ പ്രതിരോധകരമായ ഒരു ബില്ല് വന്നിട്ടില്ല. മാത്രമല്ല, തൊഴിലാളികൾ നീണ്ട പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒരു അവകാശത്തെ ഒറ്റ സ്ട്രോക്കിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ബില്ലായിട്ട് വേണം ഇതിനെ കാണാൻ. വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചത്. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന തരത്തിലേക്കൊരു ബിൽ, അതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നതാണ്. പേരുമാറ്റം എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനുള്ള വ്യവസ്ഥകൾ നിലവിലെ വ്യവസ്ഥകളുമായി ബന്ധമില്ലാത്ത രീതിയിൽ തൊഴിലാളി വിരുദ്ധമാണ് എന്ന് പറയുന്നപ്പം സംസ്ഥാനങ്ങൾക്കും ബാധ്യത നൽകുന്നതാണ് എന്നതാണ് ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.